ഹലോ, നമസ്കാരം. നിങ്ങൾ ചക്കപ്പുഴുക്ക് കഴിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ മലയോര പ്രദേശങ്ങളിലേക്കൊക്കെയാണ് കൂടുതലായിട്ടും ഈ ചക്കപ്പുഴുക്ക്. ബാക്കിയുള്ളവർക്കൊക്കെ ചക്ക എന്നത് പഴുത്ത് തിന്ന പഴം, അല്ലെങ്കിൽ ചക്ക ചിപ്സ്, ചക്ക വരട്ടി, അങ്ങനെയൊക്കെയാണ് ഈ ചക്കയുടെ രൂപങ്ങൾ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചക്കപ്പുഴുക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ചക്ക കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന വിഭവം. എല്ലാ ദിവസവും വൈകുന്നേരം ചക്കക്കാലമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീടുകളിലും കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണത്. എല്ലാവരും കൂടിയിരുന്ന് ചക്ക പറിച്ച് അത് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് പെറുക്കി അപ്പോൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന കാഴ്ച. ഇപ്പോൾ ചക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ വേകാൻ ആവശ്യമുള്ള, ഓരോ ചക്കയ്ക്കും ഓരോ വേവാണ്, അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കും. അപ്പോൾ തന്നെ അതിൽ കറിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് അടച്ച് വെച്ച് വേവിക്കുക. അത് വേവിക്കാൻ വെക്കുന്നതിനൊപ്പം തന്നെ അതിൽ അരച്ച് ചേർക്കാനുള്ള സാധനങ്ങൾ കാന്താരി, വെളുത്തുള്ളി, ഉള്ളി, പിന്നെ തേങ്ങ, ഇതൊക്കെ എടുത്ത് അതൊക്കെ കൂടെ മിക്സിയിലിട്ടൊന്ന് ചതക്കുകയാണ് ചെയ്യുക. കേട്ടോ, കാന്താരിയൊക്കെ കുറച്ചധികം എടുത്താൽ ചക്കപ്പുഴുക്കിന് ഇത്തിരി വെളുത്തുള്ളിയും കാന്താരിയൊക്കെ കുറച്ചധികം വേണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കൂടെ ഒരുമിച്ചങ്ങ് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അത് നന്നായിട്ട് ചതച്ചെടുക്കണം. അതിനിടയിൽ മഞ്ഞൾപ്പൊടി പറയാൻ വിട്ടുപോയതാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ചതയ്ക്കുന്നത്. അപ്പോൾ ആ ചതച്ചെടുത്തത് ചക്കയുടെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കണം കേട്ടോ. അത് വീഡിയോയിൽ കിട്ടാത്തതുകൊണ്ടാണ്. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് അരവ് വേവാനായിട്ട് ഒന്ന് മൂടി വയ്ക്കണം. മൂടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് തുറന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടുപ്പത്ത് വയ്ക്കണം. അടയ്ക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ വെച്ച് ഒന്ന് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ആവി വന്നു കഴിഞ്ഞ് പിന്നെ അത് പുറത്തേക്കെടുത്ത് അതിൽ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്കൂടെ ഒഴിച്ചിട്ട് അത് എടുത്ത് പുറത്ത് വെച്ച് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കണം. ആ ഇളക്കി കുഴച്ചെടുക്കുന്നതിലാണ് ചക്കപ്പുഴുക്കിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഇളക്കി കുഴച്ചെടുത്ത് ഒരു സൈഡിൽ മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചക്കയ്ക്ക് കൂട്ടാൻ കറി എന്തെങ്കിലും വേണ്ട, ഒരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിലേ ചക്കയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ആ സൈഡ് ഡിഷിൻ്റെ പ്രിപ്പറേഷനാണ് ഇനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചതേ ഒരു കുഞ്ഞ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത്തിരി അല്ല, ഇത്തിരി കൂടുതൽ വേണം. നമുക്ക് ആവശ്യമുള്ള അത്ര മുളക്, എരിവിന് ഉള്ള മുളക് ഒരു 5-10 മുളക് ഒക്കെ എടുത്താലും കുഴപ്പമില്ല. ആ മുളക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ വേണം. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ആ മുളക് അതിങ്ങനെ കുറേ സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 5-6 മിനിറ്റൊക്കെ എടുക്കും. അതൊന്ന് നല്ല അതിനൊരു കളർ മാറ്റം ഉണ്ടാവും, നല്ല സ്മെല്ലുണ്ടാവും. ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടണം മുളക്. അങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടിക്കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി ആ എണ്ണ അവിടെ മാറ്റി വയ്ക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ വെളുത്തുള്ളി ഒരു 3-4 അള്ളി വെളുത്തുള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി, ഇതൊക്കെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ആ അടിച്ചെടുക്കുന്നതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ ബാക്കി വന്ന വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതാണ് നല്ല ടേസ്റ്റാട്ടോ. കാണുന്ന പോലെയല്ല, നല്ല ടേസ്റ്റുള്ള മുളക് ചമ്മന്തിയാണ് ഇത്. ചക്കയ്ക്ക് പെർഫെക്റ്റാണ്. അപ്പോൾ അത് കൂട്ടി ചക്ക കഴിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.